നമുക്ക് കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാ. ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ദാഹിക്കുന്നവൻ വരട്ടെ എന്ന്. ദാഹിക്കുന്നവൻ വരട്ടെ, അല്ലെങ്കിൽ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗജന്യമായി സ്വർഗത്തിലെ ദൈവം നമ്മെ ജീവിപ്പിക്കുന്ന ആ ജീവജലം ഹല്ലേലൂയ ഇവിടെ പകരുവാൻ പോവുകയാണ്. ആ ദൈവം ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ ആത്മാവിനെ ഹല്ലേലൂയ ദൈവവചനം ഇവിടെ വിളിച്ചു പറയുമ്പോൾ തന്നെ ആ ജീവിപ്പിക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പരിവർത്തിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് വാഞ്ചയോടെ ദൈവപാദപീഠത്തിലിരിക്കാം. വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ നമുക്കിന്ന് ഇവിടെ ശുശ്രൂഷയ്ക്കായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ കൊണ്ടുവന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രിയങ്കരനായ ദൈവദാസൻ കഴിഞ്ഞ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു 6 വർഷക്കാലം ഹല്ലേലൂയ മുമ്പ് നമ്മുടെ സഭയുടെ ഹല്ലേലൂയ ശുശ്രൂഷകനായിരുന്ന പ്രിയപ്പെട്ട ജോമോൻ അബ്രഹാം പാസ്റ്റർ അവരുകളെയാണ്. സ്തോത്രം. ഇന്ന് ഇപ്പോൾ ഹല്ലേലൂയ പ്രിയ ദൈവദാസൻ PMG പ്രസ്ഥാനത്തിൻ്റെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സംസ്ഥാനത്തിൻ്റെ ഹല്ലേലൂയ മെമ്പർ കൂടെ ആയിരിക്കുകയാണ്, ആ കമ്മിറ്റി മെമ്പർ കൂടെ ആയിരിക്കുകയാണ്. ആ ദൈവദാസനെ ഹല്ലേലൂയ ഇന്ന് ശുശ്രൂഷയ്ക്ക് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ദൈവം നിശ്ചയമായും തന്നിലൂടെ ഹല്ലേലൂയ സംസാരിക്കാം. ദൈവം ശക്തമായി ദൈവദാസനെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ ഹല്ലേലൂയ കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങൾ കേൾക്കുന്നു എന്നുള്ള വാഞ്ചയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനെ ശക്തമായി കരങ്ങൾ ഉപയോഗിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം അല്ലെങ്കിൽ ദൈവം നമ്മെ കേൾപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിനായി പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവദാസനെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ നാമത്തിൽ മുന്നോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളതുമായ സർവശക്തനായ ദൈവത്തിൻ്റെ വചനവും കർത്താവിൻ്റെ സാക്ഷ്യവുമായി ദീർഘ 2 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മധ്യയായിരിക്കാൻ, ഈ വേദിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ച കർത്താവിൻ്റെ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ PMG പ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡൻറ്റ് പാസ്റ്റർ MA വർഗീസ് അവർകൾ, തൻ്റെ കർത്തൃദാസി, ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജീവ് സാറ്, സദസ്യരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നമ്മുടെ ജനറൽ ട്രഷറായിരിക്കുന്ന ഫ്രെഡൻ തോമസ് പാസ്റ്റർ, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ ഈ വേദിയിലായിരുന്നപ്പോൾ ഓർത്തുപോയി, കഴിഞ്ഞ 6 വർഷക്കാലം ഇവിടെ ശുശ്രൂഷിച്ച അനുഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലൂടെ വേഗത്തിൽ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിയാണല്ലോ. വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഈ സന്ധ്യാനിമിഷം നമുക്ക് ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അഥവാ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ MA വർഗീസ് അവർ എന്നെ ക്ഷണിച്ചപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച 4 പ്രധാന ദൂതുകൾ ഇന്ന് രാത്രി നാം ഒരുമിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഭൗതികമായ വിടുതലിനെക്കുറിച്ചോ ഭൗതികമായ ഉയർച്ചകളെക്കുറിച്ചോ ഒന്നുമല്ല കർത്താവ് എന്നെ സംസാരിപ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്നു രാത്രി നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തെ പണിയുന്ന, ജീവിതത്തിൻ്റെ ആത്മീയ വർധനവിനെ മുന്നോട്ട് നയിക്കുന്ന ചില സന്ദേശങ്ങൾ നൽകി ദൈവജനത്തെ ഒരുക്കുവാനാണ് പരിശുദ്ധാത്മാവ് എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രത്യേക ദൗത്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ വളരെ സമർപ്പണത്തോടെ ആയിരിക്കുന്നു. ആധാരമായി തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം എടുക്കാം. 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കാം. ഒരാൾക്ക് ശബ്ദമുയർത്തി. നീയോ
ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട അനേക സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. 4 പ്രധാന ദൂതുകൾ ആ 2 വാക്യങ്ങളിലുണ്ട്. അതായിരിക്കും നമ്മുടെ ചിന്തനീയ വിഷയങ്ങൾ. 1, നീ വിട്ടോടുക. 2, പിന്തുടരുക. 3, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. 4, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക. കണ്ണുകളെ സ്വർഗീയ പരമപിതാവേ, ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ രാത്രിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരികയാപ്പാ. ഈ രാത്രിയിലും ദൈവശബ്ദം കേട്ട് ബലം പ്രാപിപ്പാൻ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തെ കണ്ടുണരുന്ന ദിനരാത്രങ്ങളായി മാറുവാൻ, ഞങ്ങളെ തന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ദിവസങ്ങളായി തീരുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിന് മേൽ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ പൂർണ്ണമായും ഭാഗികമായും ഒക്കെ ഉപവസിക്കുന്ന അങ്ങയുടെ എല്ലാ ജനത്തിനായി, ദാസിദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം ശക്തമായി ചലിക്കണം. വിടുതലകരം പരിശുദ്ധാത്മാവ് നീട്ടണമേ. അത്ഭുതം ദൈവം ചെയ്യണം. മഹത്വമെല്ലാം സ്വർഗമെടുക്കും. യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ഒരിക്കൽ കൂടെ. ധന്യനായ പൗലോസ്ലീഹ പുതിയ നിയമത്തിൽ 14 ലേഖനങ്ങളാണ് എഴുതിയിട്ടുള്ളത്, എബ്രായ ലേഖനം ഉൾപ്പെടെ. ഈ 14 ലേഖനങ്ങൾ നാം ആഴമായി പഠിക്കുമ്പോൾ വേദപണ്ഡിതാക്കളുടെ പഠിപ്പിക്കലിൽ 2 ഭാഗമായി തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. 1, പൊതുവായ ലേഖനങ്ങൾ, ദൈവസഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ. റോമാലേഖനം, കോരിന്ത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം തുടങ്ങിയുള്ള ലേഖനങ്ങൾ ഈ ഗണത്തിൽ പെടുന്നു. രണ്ടാമത്തെ കൂട്ടം സ്വകാര്യമായ ലേഖനങ്ങൾ അഥവാ വ്യക്തിപരമായ ലേഖനങ്ങൾ. 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസ്, ഫിലമോൻ, ഈ 4 ലേഖനങ്ങളാണ് ഈ ഗണത്തിൽ വേദപണ്ഡിതാക്കൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കൂട്ടം നാം പഠിക്കുമ്പോൾ, വ്യക്തിപരമായ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ, 4 ലേഖനങ്ങളിൽ ആദ്യത്തെ 3 ലേഖനങ്ങൾ, 1 തീമോത്തിയോസ്, 2 തീമോത്തിയോസ്, തീത്തോസ്, ഈ 3 ലേഖനങ്ങളെ ഇടയ ലേഖനങ്ങൾ എന്നാണ് വേദപണ്ഡിതാക്കൾ സംബോധന ചെയ്തിരിക്കുന്നത്. ഇടയ ലേഖനങ്ങൾ. ഇന്ന് രാത്രി അതിൽ നിന്നൊരു ദൂത് നിങ്ങൾക്ക് കൈമാറുവാനാണ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. സാധാരണയായി കർത്തൃദാസന്മാർക്കറിയാം, ദൈവദാസന്മാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ സഭാ പരിപാലനത്തെക്കുറിച്ചും ശിക്ഷണ നടപടികളെക്കുറിച്ചും ദൈവജനത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ചും പരിപാലനത്തെക്കുറിച്ചും നിർദ്ദേശങ്ങൾ കൊടുക്കുവാനായി എടുക്കുന്ന ലേഖനങ്ങളാണ് ഈ ലേഖനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഈ ലേഖനത്തിലൂടെ നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹമുണ്ട്. എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഇന്ന് രാത്രി ദൈവമേ, ഒരു ഭൗതിക വിടുതലിന് വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ആത്മീക മണ്ഡലത്തെ പണിയുന്ന, എൻ്റെ ആത്മീക ജീവിതത്തിന്റെ വർധനവിന് ഉതകുന്ന ഒരു ദൈവദൂതനോട് സംസാരിക്കണമെന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിപ്പാനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. എപ്പഫ്രാസിനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ പോലെ ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ കർത്താവേ. സ്തോത്രം. ഈ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ 3 ലേഖനങ്ങൾക്കകത്ത് ആഴമേറിയ വിഷയങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് പെട്ടെന്ന് തൊട്ടിട്ട് നമ്മൾ ദൂതരോടം കയറും, സമയം പരിമിതമാണ്. ദൈവജനമാകുന്ന ആട്ടിൻകൂട്ടത്തിന്റെ പരിപാലനം, നടത്തിപ്പ്, അതെങ്ങനെ നിർവഹിക്കണം, ദൈവസഭയെ എങ്ങനെ ഭരിക്കണം, ദൈവസഭയിലുള്ള ശിക്ഷണ നടപടികൾ, ഒരു ശുശ്രൂഷകന്റെ യോഗ്യതകൾ, മൂപ്പന്മാരുടെ യോഗ്യതകൾ, മാത്രമല്ല
വിശ്വാസത്തിൻ്റെ ആഴം തുടങ്ങിയുള്ള ആഴമായ വിഷയങ്ങൾ ഈ 3 ലേഖനങ്ങളിലും പരിശുദ്ധാത്മാവിൽ പൗലോസ്ലീഹ ശക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൽ പ്രാരംഭ ലേഖനമാ 1 തീമോഥെയോസിന് എഴുതിയ ലേഖനം. പ്രൈസ് ഗോഡ്. ഈ തീമോഥെയോസിന് ലേഖനം എഴുതാൻ പൗലോസിന് ഒരു നിയോഗം കിട്ടുക മാത്രമല്ല, ഒരു പ്രത്യേക സാഹചര്യം അവിടെ ഒരുങ്ങി. ഈ സാഹചര്യം ഒരുങ്ങിയപ്പോഴാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. പൗലോസ് ഒരിക്കൽ എഫെസോസിൽ ആയിരുന്നപ്പോൾ അവിടുത്തെ മൂപ്പന്മാരോട് പറഞ്ഞു, ദൈവദാസന്മാരെ, ഇവിടെ ദൈവജനത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും. നിങ്ങൾ വളരെ സൂക്ഷിച്ചോണം, പ്രാർത്ഥിച്ചോണം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29, 30, 31 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, മീലത്തോസിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരോട് പറഞ്ഞു, കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേൽക്കും ദൈവസഭയ്ക്ക് നേരെ. സഭയ്ക്കകത്തും ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും. ഒന്ന് വായിച്ചു വിടാമോ? 29 മുതൽ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29 മുതൽ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. എഫെസോസിലെ മൂപ്പന്മാരോട് പറഞ്ഞു, ചിലർ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നു രാത്രിയിലും പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും തരുന്നൊരു ദൂതുണ്ട്. ഈ കാലഘട്ടം വളരെ സൂക്ഷ്മതയോടെ ചുവട് വെച്ചുകൊള്ളണം. ദുരുപദേഷ്ടാക്കന്മാരെ കൊണ്ട് നിറയപ്പെട്ട ഈ ലോകത്തിൽ അറിഞ്ഞ വിശ്വാസത്തിന് വേണ്ടി, ലഭിച്ച സത്യത്തിന് വേണ്ടി, പ്രാപിച്ച അഭിഷേകത്തിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്ന ഒരു തലമുറയായി നിൽപ്പാൻ ദൈവാത്മാവ് എന്നോടും നിന്നോടും ഇന്ന് രാത്രി സംസാരിക്കുകയാണ്. കാലത്തിനൊത്ത് ചലിക്കുന്നതല്ല ദൈവസഭ. ഓടുന്നതിനനുസരിച്ച് ലോകപ്രകാരം ഓടുവാനല്ല ദൈവം തന്റെ ജനത്തെ വേർതിരിച്ചത്. പ്രമാണത്തിന് വേണ്ടി നിൽക്കാനാ സ്വർഗം നമ്മെ വിളിച്ചിറക്കിയത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ വിളി ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുകയാ. ഇത് സംഭവിച്ചു. തീമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് ഓടി വരാം. 1 തീമോഥെയോസ് 1-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ചിലർ നല്ല ലഭിച്ച ആലോചന അത് അതുപോലെ സഭയിൽ കടന്നു വന്നു. 1 തീമോഥെയോസ് 1:19. ചിലർ നല്ല മനസാക്ഷി വിട്ടുകളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. ദുരുപദേശം കേറിയപ്പോൾ ചിലരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്നു. കേട്ടോ, ഈ രാത്രി ദൈവാത്മാവ് ചിലരോട് ഇടപെടുകയാ. കയ്യടിയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, ശരിയാ. പക്ഷെ നിന്റെ ഉള്ളിലുള്ള വിശ്വാസം തകർന്നു പോകരുത്. വിശ്വാസമില്ലാത്ത വിശ്വാസിയായി ജീവിപ്പാനല്ല സ്വർഗം നമ്മെ വിളിച്ചിറക്കിയത്. വിശ്വാസത്തോടെ, പ്രമാണത്തോടെ നിന്നുകൊണ്ട് അവൻ ശത്രുവിന്റെ തീയമ്പുകളെ കെടുത്തിക്കളയുന്ന അഭിഷേകത്തോടെ നിൽക്കാനാ ദൈവം നമ്മോട് ഇന്ന് രാത്രി ഉപദേശം തരുന്നത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. അതിന്റെ 20-ാം വാക്യം കൂടെ നോക്കിയേ. 20-ാം വാക്യം, ഹുമനയോസും അലക്സാന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അകത്തുനിന്ന് ചിലരെ ശത്രു എഴുന്നേൽപ്പിച്ചു. അവര് ദൂഷണം പറഞ്ഞു, ദുരുപദേശം കൊണ്ടുവന്നു, പുനരുദ്ധാനമില്ല തുടങ്ങിയുള്ള ദുരുപദേശം അതിനകത്ത് കൊണ്ടുവന്നു. ഇത് കടന്നു വന്നപ്പോൾ അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ദൈവകൃപയിൽ നിന്ന് അനേകർ വീണുപോയി. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഞാൻ വായിപ്പിച്ചു മുന്നോട്ട് പോകുന്നു. 5-ാം അധ്യായം എടുത്ത് 1 തീമോഥെയോസ് 5-ാം അധ്യായം 15-ാം വാക്യം. ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. ആമേൻ. നോക്കണമേ, ഒരു കാലത്ത് എഫെസോസ് സഭയ്ക്കകത്ത് കൃപയ്ക്ക് വേണ്ടി നിന്നവൻ ദുരുപദേശം കേട്ടപ്പോൾ പിശാചിന്റെ അടിമ മുഖത്തിലോട്ട് കയറി. ആമേൻ. അവിടെ വായിക്കുന്നു, സാത്താന്റെ പിന്നാലെ പോയല്ലോ. സ്തോത്രം. പരാജയപ്പെട്ടവന്റെ പുറകിൽ പോകാനല്ല സ്വർഗം നമ്മെ വിളിച്ചിറക്കിയത്. നമുക്ക് വേണ്ടി കാൽവറിയിൽ ജയാളിയായവന്റെ പുറകിൽ നിന്നുകൊണ്ട് അവന്റെ നാമത്തെ ഉയർത്താനാ ദൈവം തന്റെ ജനത്തെ ആക്കിയിരിക്കുന്നത്.
Praise the Lord. Praise the Lord. ഈ ഒരു അവസ്ഥ എഫെസോസ് സഭയിൽ കയറി. എന്നാൽ പൗലോസിന് അവിടെ എത്തി ഈ വിഷയം പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചില സാഹചര്യങ്ങൾ മുഖാന്തരം അവിടെ വേഗത്തിൽ എത്തുവാൻ കഴിയത്തില്ല. തനിക്ക് പകരം തൻ്റെ നിജപുത്രനായ തീമത്തിയോസിനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. ഈ പ്രതികൂല സാഹചര്യത്തിൽ ആ ശുശ്രൂഷയിൽ ഒന്ന് നല്ലവണ്ണം നിന്ന് ആ കാര്യം ഒന്ന് പരിഹരിപ്പാനും പൗലോസ് വരുന്നത് വരെ ഈ കാര്യങ്ങളെ ഒന്ന് ക്രമീകരിപ്പാനുമാ തീമത്തിയോസിന് പൗലോസ് ലേഖനം എഴുതിയത്, അഥവാ സ്വകാര്യമായി ഈ കത്തെഴുതിയത്. 1 തീമത്തിയോസ് 3-ാം അധ്യായത്തിൽ പൗലോസ് അത് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൂടെ ഒന്ന് വായിച്ചു വിട്ടേക്കാം. 14-15 വാക്യങ്ങളിലാന്ന് തോന്നുന്നു. ആ ഭാഗത്തേക്കൊന്ന് ഓടിച്ചെന്നേ. 1 തീമത്തിയോസ് 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ അതുണ്ട്. 14. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ഞാൻ വേഗത്തിൽ വരും എന്ന് ഞാൻ ആശിക്കുന്നു. സാഹചര്യം അത് അനുകൂലമായാൽ ഞാൻ അങ്ങോട്ട് വേഗത്തിൽ വരും. പക്ഷെ അതുവരെ ഈ കാര്യം നീ ഒന്ന് ക്രമീകരിച്ചോണം. അപ്പോൾ ആ 15-ാം വാക്യം കൂടെ വായിച്ചോ. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്നും നീ അറിയേണ്ടതിന് ഞാനിത് നിനക്കെഴുതുകയാ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ നിയോഗം പൗലോസ് തീമത്തിയോസിനെ ഏൽപ്പിച്ചുകൊണ്ട് ഈ സ്വകാര്യ കത്ത് പൗലോസ് തീമത്തിയോസിന് കൈമാറിയിരിക്കുന്നത്. ഇന്നു രാത്രി ദൈവശബ്ദം നമ്മോട് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി ലേഖനത്തിനകത്ത് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രമാണപ്രകാരം ചുവട് വെക്കണം, പരിശുദ്ധിയോടെ ചുവട് വെക്കണം, പ്രാർത്ഥനയോടെ ചുവട് വെച്ചോണം. എങ്ങനെയെങ്കിലുമുള്ള വേദിയല്ല ദൈവസഭ എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി വിളിച്ചു പറയുന്നെങ്കിൽ ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ദൈവത്തിന്റെ പൈതലേ, ഉപവാസത്തിന്റെ പ്രാരംഭ രാത്രിയിൽ നീ നിന്നെ തന്നെ കണ്ടുണരുന്ന ദൈവവചനമാകുന്ന കണ്ണാടിക്ക് മുൻപിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുന്ന രാത്രികാലമായി മാറണം. എത്രയോ പ്രാവശ്യം ഈ വചനം കേട്ടത്, എത്രയോ പ്രാവശ്യം ഇതിനേക്കാൾ നല്ല ശുശ്രൂഷ ഞങ്ങൾ അനുഭവിച്ചതാ എന്ന് പറഞ്ഞ് വിലയിരുത്തി മടങ്ങാനല്ല, ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അപ്പോ എന്നെ ഒന്ന് പണിയണമെന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന് മേൽ സ്വർഗം വൻ കാര്യം ചെയ്യുന്ന രാത്രിയെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. Praise God. Praise God. ഈ ലേഖനത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ 6 അധ്യായങ്ങളെ നമ്മളൊന്ന് പഠിച്ചാൽ നമുക്ക് 4 ഭാഗമായിട്ട് തിരിച്ചൊന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. അതുകൂടെ പറഞ്ഞ് നമ്മൾ ദൂതരോട്ടം കയറും. ആ 4 ഭാഗമായിട്ട് തിരിക്കാം. 1-ാം അധ്യായം ബൈബിളിലേക്ക് നോക്കിയേ. 1-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ ഒരു വന്ദനം. നമ്മളെല്ലാവരും വന്ദനം ചൊല്ലുന്നത് പോലെ ഒരു വന്ദനം ചൊല്ലുകയാണ്. ആ 2 വാക്യങ്ങൾക്കകത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1-ാം ഭാഗമാണ്. അതിനുശേഷം 2-ാം ഭാഗം 1-ാം അധ്യായം 3-ാം വാക്യം മുതൽ 3-ാം അധ്യായം 13-ാം വാക്യം വരെയാണ്. 1-3 മുതൽ 3-13 വരെ 2-ാം ഭാഗം, 2 ഭാഗം. അവിടെ പറയുന്നത് ദൈവസഭയെക്കുറിച്ച് സഭയ്ക്കകത്ത് കൊടുക്കേണ്ട ഉപദേശം അത് സത്യത്തിന്റെ ഉപദേശമായിരിക്കണം, വിശുദ്ധിയുടെ ഉപദേശമായിരിക്കണം, ദൈവകൃപയുടെ ദൂതായിരിക്കണം. തുടർന്ന് ആരാധനയെക്കുറിച്ച്, പരസ്യ പ്രാർത്ഥന എങ്ങനെ ചെയ്യണം, പരസ്യാരാധനയിലെ സഹോദരിമാർ എങ്ങനെ ആയിരിക്കണം, ആരാധന എങ്ങനെ വേണം, തുടർന്നുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരണത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ആരാധന അഭിനയമല്ല,
അനുഭവമുള്ളവൻ ആരാധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രകടനമല്ല, പ്രഹസനമല്ല. അനുഭവമുള്ളവൻ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കും. ഈ രാത്രിയും അനുഭവമുള്ളവരായി ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ വായെ പൂട്ടിയിരിക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുത്തിരുന്നാട്ട്. സ്തോത്രം. 3, സഭയുടെ ഭരണക്രമങ്ങൾ. മൂപ്പന്റെ യോഗ്യത, ഇടയന്റെ യോഗ്യത, ക്വാളിറ്റീസ്, ആ ഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. എല്ലാവരെയും പിടിച്ച് മൂപ്പന്മാരും ഇടയന്മാരും ആക്കത്തില്ല. ശുശ്രൂഷയുടെ വേദിയിൽ നിൽക്കുന്ന ദൈവദാസന്മാർ വളരെ ബഹുമാനത്തോടെ, ആദരവോടെ ഞാൻ ബഹുമാനിക്കുന്ന കർത്തൃദാസന്മാർ, ഞാൻ വിളിച്ചു പറയട്ടെ, വിശ്വസ്തർ എന്ന് കണ്ട ദൈവം ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറക്കി വെച്ചിരിക്കുന്നത്, ദൈവകൃപയിൽ അവരെ നിർത്തിയിരിക്കുന്നത്. സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ മധ്യസ്ഥയണച്ച് നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോഴും അർദ്ധരാത്രിയിൽ മുഴങ്കാൽ മടക്കി കരയുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് നേരെ വിരൽ ചൂണ്ടരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നിലവിളിച്ചു കരയണം. തന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം പോലും മാറ്റിവെച്ചിട്ട് സഭയ്ക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്നത്. നാട് വിട്ട്, വീട് വിട്ട്, കൂട്ടം വിട്ട്, സഹപ്രവർത്തകരെ വിട്ട് അന്യദേശത്ത് കടന്നു വന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ അവർക്ക് നേരെ വിരൽ ചൂണ്ടരുത്. സ്തോത്രം. അവർക്ക് വേണ്ടി ദൈവത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം. ശക്തിയോടെ കരങ്ങളിലിടുകണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷ വിജയിക്കുന്നത് പ്രാർത്ഥിക്കുന്ന കുടുംബവും പ്രാർത്ഥിക്കുന്ന സഭയും മുഖാന്തരമാ. സഭ പ്രാർത്ഥിച്ചാൽ ശുശ്രൂഷകൾ ശക്തമായിട്ട് ദൈവം ചെയ്യുവാനിടയായി തീരും. ഇന്ന് രാത്രിയും പ്രാർത്ഥിക്കുന്ന സഭയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുകയാണ്. 3-ാമത്തെ ഭാഗം, ആ 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ 6-ാം അധ്യായം 19-ാം വാക്യം വരെ പഠിച്ചാൽ കാണാൻ കഴിയും തീമോഥെയോസിന്റെ ശുശ്രൂഷയ്ക്കുള്ള നിർദ്ദേശം. തീമോഥെയോസിന്റെ ശുശ്രൂഷയ്ക്കുള്ള നിർദ്ദേശം 3:14 മുതൽ 6:19 വരെ. തീമോഥെയോസേ, നീ എങ്ങനെ നടക്കണം? തീമോഥെയോസേ, നീ എങ്ങനെ ശുശ്രൂഷ ചെയ്യണം? തന്റെ ജനത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നീ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ശുശ്രൂഷ നിർവഹിക്കണമെന്ന് പൗലോസ് തന്റെ നിജപുത്രനായ തീമോഥെയോസിനോട് ശക്തമായ നിർദ്ദേശം കൊടുക്കുമ്പോൾ ഈ രാത്രിയിലും ദൈവാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നു, ചെറിയ ശുശ്രൂഷയാകട്ടെ, വലിയ ശുശ്രൂഷയാകട്ടെ, ദൈവമേൽപ്പിച്ചത് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യ. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി, നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുപാൻ ദൈവം നമ്മെ ആക്കി വെക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഒടുവിൽ 4-ാമത്തെ ഭാഗം 6-ാം അധ്യായത്തിന്റെ 20-21 വാക്യം ഉപസംഹാരം. ആശീർവാദം എന്ന് പറയാം, ഇംഗ്ലീഷിൽ ബെനഡിക്ഷൻ എന്ന് പറയാം, എന്നൊക്കെ വിളിച്ചു പറയാം. 20-21 വാക്കിൽ ഉപസംഹാരമാ. ഇങ്ങനെ 4 ഭാഗമായിട്ടാണ് വിഷയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് തിരിച്ചു പഠിക്കുവാൻ കഴിയുന്നത്. എന്നാൽ മറ്റൊരു തലത്തിൽ നമുക്കിത് പഠിക്കുവാൻ കഴിയും. ദൈവത്തിന്റെ സഭ ഒരു ഭവനമെന്ന നിലയിൽ 6 അധ്യായങ്ങളെ 6 മുറികളായി തിരിച്ചും വേദപണ്ഡിതാക്കൾ പഠിപ്പിക്കാറുണ്ട്. 1-ാം അധ്യായം പ്രവേശന മുറിയാണെങ്കിൽ 2-ാം അധ്യായം പ്രാർത്ഥനയുടെ മുറിയ, 3-ാം അധ്യായം ശുശ്രൂഷയുടെ മുറിയ, 4-ാം അധ്യായം പ്രസംഗത്തിന്റെ മുറിയ, 5-ാം അധ്യായം സംഭരണത്തിന്റെ മുറി അഥവാ സ്റ്റോർ റൂമാണ്, 6-ാം അധ്യായം ഫിനാൻസ് റൂമാണ്, എന്ന് വെച്ചാൽ സാമ്പത്തിക മുറിയാണ്. ഇങ്ങനെ 6 മുറികളായി തിരിച്ചും വേദപണ്ഡിതാക്കൾ ഈ പുസ്തകത്തെ പഠിപ്പിക്കാറുണ്ടെന്നുള്ള കാര്യം കൂടെ പ്രസ്താവിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ഈ തീമോഥെയോസിന്റെ ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുന്നു, ദൂതിലേക്ക് കയറുകയാണ്. ഈ തീമോഥെയോസിനെ കുറിച്ച് നമ്മളത് പഠിക്കുമ്പോൾ ഈ തീമോഥെയോസ് നല്ല വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 1 മുതൽ 3 വരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയാണ് ഇവന്റെ അമ്മ. ഇവന്റെ അപ്പൻ ഒരു യവനനാ. ഈ തീമോഥെയോസിനെ കുറിച്ച് പറയുന്നത് സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം പ്രാപിച്ചവനെന്ന
16 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എന്നാൽ 2 തീമോഥെയോസ് 1 അധ്യായം 5 വാക്യത്തിലേക്ക് വരുമ്പോൾ വലിയമ്മയായ ലോവീസ്, വിശ്വാസമുള്ള അമ്മച്ചി എന്ന് പറയുന്നത്, അമ്മയായ യുനീക്ക, അവൾ വിശ്വാസമുള്ളവളാ. ഈ വിശ്വാസമുള്ള പാരമ്പര്യത്തിൽ നിന്നാണ് വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനെ ദൈവം ഇറക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇന്ന് രാത്രി മാതാപിതാക്കളോട് ദൂത് ഞാൻ വിളിച്ചു പറയാം. നിങ്ങൾ മാതൃകയുള്ളവരായി പ്രാർത്ഥനാ ജീവിതം നയിച്ചാൽ പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിച്ച ഹന്നയുടെ തലമുറ ദാൻ മുതൽ ബേർശബ വരെ അറിയപ്പെടുന്ന ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചെങ്കിൽ, പ്രാർത്ഥിക്കുന്ന പിതാവേ, പ്രാർത്ഥിക്കുന്ന മാതാവേ, നിന്റെ തലമുറ തകർന്നു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. കഴിവുള്ളവന്റെ തലമുറ പട്ടുപോയാലും, പ്രാപ്തന്മാരുടെ തലമുറ പട്ടുപോയാലും, കഴിവുള്ളവൻ സാമ്പത്തികമുള്ളവന്റെ തലമുറ പട്ടുപോയാലും, പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര പേർക്ക് സ്തോത്രം ചെയ്യുന്നത് രാത്രികാലം? കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റാൻ കഴിയുക. ലോകം പറയും തകർന്നു പോകും, നാട്ടുകാർ പറയും തകർന്നു പോകും, വീട്ടുകാർ പറയും ജയിക്കത്തില്ലെന്ന്. എന്നാൽ പ്രാർത്ഥിക്കുന്ന നീ തലമുറയെ നോക്കി വിളിച്ചു പറ, എന്റെ തലമുറ പരാജയപ്പെടാനുള്ളതല്ല, അവൻ വിജയിക്കാനുള്ളതാ. ഞാൻ മുഴങ്കാൽ മടക്കിയത്, ഞാൻ കണ്ണുനീർ ഒഴുക്കുന്നത് അത് വൃഥമല്ല. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ദൂതവിടെ വെളിപ്പെടുമ്പോൾ തന്നെ ചില മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് ദൈവശബ്ദം വിളിച്ചു പറയുന്നു, നിന്റെ തലമുറയ്ക്ക് നേരെ പിശാച് ഒരുക്കി വെച്ച ചില കെട്ടുകൾ ഈ ദിവസങ്ങൾ ആഴിയുന്ന ദിവസങ്ങളായി മാറണം. ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളയുവാൻ, അഭിഷേകം പ്രാപിപ്പാൻ സമ്മതിക്കാതെ വണ്ണം വെറും ഒരു പ്രഹസനമായി നിന്റെ തലമുറയെ മാറ്റാൻ പൈശാചിക മണ്ഡലം പരിശ്രമിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അഭിഷേകമുള്ള തലമുറ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കണം. കാറ് കിട്ടാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, IIT ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, മാതാവേ പിതാവേ പ്രാർത്ഥിക്ക്, എൻ്റെ തലമുറ എന്നോടൊപ്പം അഭിഷേകത്തോടെ മുഴങ്കാൽ ആരാധിക്കണം, നൃത്തം ചെയ്ത് ആരാധിക്കണം. ഇന്ന് പല ദൈവസഭകളിലും ഒരു ശൂന്യത കാണുന്നത് ആരാധിക്കാത്തൊരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കർത്താവാസന്മാർക്കൊക്കെ അറിയാം, മുഴങ്കാലിൽ ആരാധന തുടങ്ങിയാൽ സമയം നോക്കിയല്ല ആരാധിക്കുന്നത്, അല്ലേ കർത്താവാസനെ? പ്രൈസ് ഗോഡ്. മണിക്കൂറുകൾ 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 ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ആരാധനയ്ക്കകത്ത് വിടുതലുകളും വ്യാപരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ആരാധിച്ചവരുടെ തലമുറയ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഉന്നത തലത്തിൽ ദൈവം കൊണ്ടെത്തിപ്പാനിടയായി തീർന്നത് അവർ പഠിച്ച അറിവിന്റെ വെളിച്ചത്തിലല്ല, കഴിവിന്റെ വെളിച്ചത്തിലല്ല. ആരാധിച്ചവന്റെ തലമുറ, ആരാധിച്ചവൻ പരാജയപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല. ഉന്നത തലത്തിൽ ദൈവം കൊണ്ടെത്തിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണോ, എന്റെ തലമുറ അഭിഷേകത്തോടെ ആരാധിക്കണോ, എന്റെ തലമുറ ദൈവ കൃപയോടെ നിൽക്കണോ. ലോകത്തിന്റെ തലത്തിൽ എന്റെ കുഞ്ഞ് പോകരുത്. ഒരു +2 ലെവൽ വരെയൊക്കെ നമ്മുടെ കരങ്ങളിൽ ഒതുങ്ങി നിൽക്കും. ഇത് കഴിഞ്ഞ് ഹയർ സ്റ്റഡിക്ക് വേണ്ടി വിദൂരങ്ങളിലോട്ടൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ കൈവിട്ട് അവർ കടന്നു പോകുന്നത്. പലതിലേക്ക് അവർ ചായപ്പെടുന്നത്, പല നിലയിലേക്ക് അവർ പോകുന്നത്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം, എവിടെയായിരുന്നാലും എൻ്റെ തലമുറ ദൈവകൃപയിൽ നിൽക്കണം. ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതി കൊണ്ട് മുഖാന്തരം മുമ്പോട്ട് ഞാൻ കയറുകയാണ്. ഈ വിശ്വാസമുള്ള കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന തീമോഥെയോസിനെ കുറിച്ച് ദൈവദാസന്മാർ ചില പ്രവചനം പറഞ്ഞു. എന്താ പ്രവചനം? നമുക്ക് വായിക്കാം. തീമോഥെയോസ് 1 തീമോഥെയോസ് 1 അധ്യായം 18-19 വാക്യം. മകനെ തീമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക്. അപ്പൊ നോക്കിയേ, മുമ്പ് ചില പ്രവചനം ഇവന്റെ മേൽ കിടപ്പുണ്ട്.
കരയുന്ന അമ്മയാ, കരയുന്ന വല്യമ്മയാ. ഇവർ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇവനെക്കുറിച്ച് ചില പ്രവചനം കിടപ്പുണ്ട്. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ദൈവദാസന്മാർ എത്ര ദൂതാ പറഞ്ഞിരിക്കുന്നത്. ദൂതില്ലേ തലമുറകളെക്കുറിച്ച്? 21 3 ഒക്കെ നടക്കുന്ന സമയങ്ങളിൽ പുറത്തുനിന്ന് വരുന്ന കർത്തൃദാസന്മാർ ഇവിടെ അനവധി ദൂത് പറഞ്ഞത് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കണം, കർത്താവേ അപ്രവചനം നിറവേറണം, അപ്രവചനം നിറവേറണം. എഴുതി വെക്കാനുള്ളതല്ല, കേട്ടിട്ട് കൈയടിച്ചു പോകാനുള്ളതല്ല, പ്രവചനം പറഞ്ഞ പാസ്റ്റർ കൊള്ളാമെന്ന് വിലയിരുത്തി പോകാനല്ല. വർഷങ്ങൾക്ക് മുൻപായിരുന്നാലും നീ കേട്ട ദൂത് നിന്റെ തലമുറയുടെ മേൽ പ്രാവർത്തികമാകാൻ ഈ ദിവസങ്ങൾ നിലവിളിയോടെ പ്രാർത്ഥിച്ചോണം. കർത്താവേ ഇത് നിറവേറിയേ പറ്റത്തുള്ളൂ. അതിനുമേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരണം. അപ്പോൾ ഈ തീമോഥെയോസിനെ കുറിച്ചൊരു പ്രവചനമുണ്ട്. സ്തോത്രം. ഇനി അതിനെ 1 തീമോഥെയോസ് 4 അധ്യായം 14 വാക്യം കൂടെ എടുത്ത് 4:14 കൂടെ. മൂപ്പന്മാരുടെ കൈവയ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി പ്രവചന ദൂതുള്ള തീമോഥെയോസിന് ചുമ്മാതൊരു ശുശ്രൂഷയല്ല ദൈവം ഏൽപ്പിച്ചത്, പ്രവചന ശുശ്രൂഷയാണ് ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത്. ആ വാക്യം നിങ്ങൾ നോക്കിയേ. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവരം അത് ഉപേക്ഷയായി വിചാരിക്കരുത്. ആമീൻ, സ്തോത്രം. പൗലോസ് പറയുക, നീ ഇന്നലകളിൽ പ്രാപിച്ച കൃപയുണ്ടല്ലോ, ഇന്നലെ പ്രാപിച്ച പ്രവചന ശബ്ദമുണ്ടല്ലോ, അത് നീ ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് പോക്കറ്റിട്ട് മിണ്ടാതിരിക്കാനുള്ളതല്ലെന്ന്. ആമീൻ, സ്തോത്രം. അതൊന്ന് വ്യാപാരം ചെയ്യാനാ തീമോഥെയോസേ ഞാൻ നിനക്ക് ആഹ്വാനം തരുന്നത്. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും ശക്തമായി ദൂത് വിളിച്ചു പറയുകയാ. അന്യഭാഷയുള്ള ദൈവമക്കളാ നമ്മളെല്ലാവരും. വിവിധങ്ങളായ കൃപകളും കൃപാവരങ്ങളും ഉള്ള ദൈവമക്കള് ഈ രാത്രിയിലും വന്നിരുന്ന് ഒരു പ്രസംഗം കേട്ട് പ്രസംഗത്തിന് വിലയിട്ട് മാർക്കിട്ട് മടങ്ങാനല്ല. ആമി, ദൈവം ഇന്ന് രാത്രി നിന്നെ ആയുസ്സോടെ ഇവിടെ കൂട്ടിവരുത്തിയത് ഒരു കേടുപാട് പോലും വരുത്താതെ, എണ്ണത്തിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ ഈ രാത്രിയിൽ ദൈവാത്മാവ് ഇവിടെ കൂട്ടിച്ചേർത്തെങ്കിൽ നിന്റെ കൃപയൊന്ന് ജ്വലിപ്പിച്ച് ആത്മാവിൽ സന്തോഷിച്ച് വചനപ്രകാരമുള്ള ആലോചന ഏറ്റെടുത്ത് കടന്നു പോകാനോ ദൈവം നിന്നെ കൂട്ടിവരുത്തിയത് മറക്കരുത്. അധരം ചലിച്ചു തുടങ്ങട്ടെ, കരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. ഇന്നു രാത്രിയിൽ മൗനതയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ അധരം തുറക്ക, അധരം ചലിക്കട്ടെ. അന്യഭാഷയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക. Thank you, Father. Thank you, Father. Thank you, Father. Adaraba shamdalaba rikalaba udarabala kadalkaba regadabashaswiya. ഒന്ന് ആരാധിച്ചു തുടങ്ങുക, ആരാധിച്ചു തുടങ്ങുക, ആരാധിച്ചു തുടങ്ങുക. അന്യഭാഷ നാവിലൂടെ പുറത്തു വരട്ടെ. ഇന്ന് രാത്രി മൗനമായിരിക്കല്ലേ. പരിശുദ്ധാത്മ ചില ജീവിതങ്ങളെ തൊടുന്ന രാത്രിയോ. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്റെ അടുക്കൽ നിൽക്കുകയോ. ഒന്ന് ആരാധിച്ചു തുടങ്ങുക. ഓ ദൈവകൃപ പ്രാപിച്ച തീമോഥെയോസിന് എഫെസോസിലെ ശുശ്രൂഷയുടെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചുകൊണ്ട് പൗലോസ് അയച്ച ലേഖനത്തിൽ പൗലോസ് 4 ശക്തമായ കൽപ്പനകളാണ് തീമോഥെയോസിന് കൊടുക്കുന്നത്. അതാണ് 6 അധ്യായം നമ്മൾ വായിച്ച 11 വാക്യം. അവിടെ തീമോഥെയോസിനെ പൗലോസ് സംബോധന ചെയ്യുന്നത് നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. ആ വിളി നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസിന്റെ മറ്റ് ലേഖനങ്ങളിലൊന്നും ഈ ഒരു വിളി കാണുന്നില്ല. ഈ വിളി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ തീമോഥെയോസിനെ വിളിക്കുക, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ. പ്രൈസ് ദി ലോർഡ്. എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ എന്ന് പറയുമ്പോൾ ചില വേദപുസ്തക വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് ദൈവസേവ ചെയ്യുന്നവൻ, ദൈവത്തിന്റെ ശബ്ദമായി നിൽക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവശബ്ദമായി നിന്ന് അനേകരെ കാണാൻ കഴിയും, അനേകരെ കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിലും
ദൈവത്തിൻ്റെ ശബ്ദമായി നിൽക്കാനാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ ശബ്ദമായി നിൽക്കാനല്ല. അയൽവക്കക്കാരൻ പറയുന്നതും നാട്ടുകാരൻ പറയുന്നതും വീട്ടുകാരൻ പറയുന്നതും ചാർച്ചക്കാരൻ പറയുന്നതും ബന്ധുമിത്രാദി പറയുന്നതൊക്കെ ഏറ്റുപറയുന്ന ഒരു ഏറ്റുപറച്ചിൽക്കാരനായി മാറാനല്ല കർത്താവ് നമ്മെ ഈ കാലഘട്ടത്തിൽ വിളിച്ചിറക്കി ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദമായി നിന്നുകൊണ്ട് ദൈവനാമത്തിന് വേണ്ടി ചില ജീവിതങ്ങളെ ഒരുക്കിയെടുക്കാനാ ദൈവം എൻ്റെ മേലും നിന്റെ മേലും അഭിഷേകം പകർന്നിരിക്കുന്നത്. മറന്നു പോകരുത്, നീ ദൈവ ശബ്ദമായി മാറ്. സ്തോത്രം. ചിലരോട് ദൈവാത്മ ശക്തമായി പറയുന്നു, ദൈവശബ്ദമായി മാറിക്കോണം. രണ്ടാത്ര ചാടി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ദൈവാത്മാ ചിലരോട് ശക്തമായി പറയുന്നു. ഈ ഉപവാസം ഞായറാഴ്ച 1 മണിക്ക് ആശീർവാദം പറഞ്ഞ് കർത്തൃമേശ അനുഭവിച്ച് മടങ്ങിപ്പോകുമ്പോൾ അതിന് മുൻപായി നീ ആ കൃപ പ്രാപിച്ചെടുത്തോണം. നീ ദൈവത്തിന് ശബ്ദമായി നിന്നോണം. നിന്റെ ജോലി മണ്ഡലത്തിലാകാം, നീ ആയിരിക്കുന്ന സമൂഹത്തിലാകാം, ദൈവത്തിന് ശബ്ദമായി നിൽക്കാൻ ദൈവം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ പൗലോസ് തീമോഥെയോസിനോട് പറയുക, ഒന്നാമത്തെ കൽപ്പന 6-ാം അധ്യായം 11-ാം വാക്യം ദൈവം നമ്മോട് തരുന്നത് വിട്ടോടണം. ഫ്ലീ, ഇംഗ്ലീഷിൽ ഫ്ലീ, FLEE, ഫ്ലീ, വിട്ടോടിക്കണം. പക്ഷെ അതിന് മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത്, വ്യാഖ്യാനത്തിൽ പറയുന്നത് വിട്ടോടിക്കൊണ്ടേയിരിക്കണം. പ്രസന്റ് കണ്ടിന്യൂസ് അല്ലേ? അധ്യാപകരായ കർത്തൃദാസന്മാരും ദാസിയോട് ഇരിപ്പുണ്ട്. പ്രസന്റ് കണ്ടിന്യൂസ്, ഓടിക്കൊണ്ടേയിരിക്കണം. ഓടിയതുകൊണ്ട് മാത്രം തീർന്നില്ല. ഈ ഓടിയാ മാത്രം പോരാ, ഓടിക്കൊണ്ടേയിരിക്കണം. ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാ. ഈ ഓട്ടത്തിൽ നമ്മൾ ചിലത് വിട്ട് വേണം ഓടാൻ. നമ്മൾ ഓടുന്നവരാ, ഓടിക്കൊണ്ടിരിക്കുക, പരമാവധി ഓടുകയോ. ഓട്ടത്തോടോട്ടമാ അല്ലേ? പ്രൈസ് ഗോഡ്. ഇപ്പം സ്കൂൾ തുറന്നപ്പം പേരൻസ് ആയിരുന്നു ഓടുന്ന ഓട്ടം ഞാൻ കണ്ടതാ, ഞാനും അനുഭവിച്ചതാ. ഓടാ ഓട്ടം, പ്രൈസ് ഗോഡ്. ബുക്ക് വേണം, അത് വേണം, ഇത് വേണം, ഓടാ ഓട്ടം. സ്വസ്ഥതയിലാണ് നമ്മൾ ഓടി, പ്രൈസ് ഗോഡ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു ക്രിസ്തീയ ജീവിത ഓട്ടക്കളമാ. ഇവിടെ നീ ചിലത് വിട്ടുവേണം ഓടാൻ. 5 കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു വിടാം. ഏതൊക്കെ വിട്ടോടേണ്ടത്? പെട്ടെന്ന്, സമയം തീരാറായി. വിട്ടോടുകയെ പെട്ടെന്ന് പറഞ്ഞു വിടുന്നു. അതിലേക്ക് വേഗത്തിൽ നമ്മൾ പോകുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. നാം എന്താണ് വിട്ടോടേണ്ടത്? എബ്രായർ 12:1. എബ്രായർ 12:1. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം അവിടെ വായിക്കുമ്പോൾ കാണപ്പെടുന്നു. നമുക്ക് ചുറ്റും വലിയൊരു സമൂഹമുണ്ട്. പക്ഷേ നാം വിട്ടോടേണ്ടത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ വിട്ടോടിക്കണം. നീ വിട്ടാലും നിന്നെ വിടാതെ പിടിക്കുന്ന ചില പാപമുണ്ട്. നീ വിട്ടാലും നിന്നെ വിടത്തില്ല, നിന്റെ പുറകിൽ നിൽക്കും. വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ കൊണ്ട് ശത്രു പറയിക്കും. സഭായോഗങ്ങളിൽ തീരുമാനമെടുക്കും, ഞാൻ കള്ളം പറയത്തില്ല, മറ്റൊരുത്തൻ്റെ കുറ്റം പറയത്തില്ല. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ 10 പേരുടെ കുറ്റം പറഞ്ഞെങ്കിലേ ഉറക്കം വരൂ. പറയിക്കും പിശാച് നിന്നെ കൊണ്ട്. കർത്താവിൻ്റെ ആത്മാവിന് രാത്രി വ്യക്തമായി വിളിച്ചു പറയുന്നു, ആമേൻ സ്തോത്രം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുവേണം നീ ഓടാൻ. ഇതും പിടിച്ചോണ്ടോടിയാൽ നിത്യതയുടെ തുറമുഖത്ത് നീ കണി കാണത്തില്ലെന്ന് ദൈവശബ്ദം ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്. 2 വിടേണ്ട രണ്ടാമത്തെ കാര്യം 1 കൊരിന്ത്യർ 6-ാം അധ്യായം 18-ാം വാക്യം. 6:18 അവിടെ വായിക്കുന്നു, ദുർനടപ്പ് വിട്ടോടിക്കണം. വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ലാത്ത, ദൈവമക്കൾക്ക് ചേർച്ചയല്ലാത്ത ഒരു പ്രവൃത്തിയും ജീവിതത്തിൽ ഉണ്ടാകരുത്. ലോകത്തോടൊപ്പം താളം ചവിട്ടാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നമ്മളാരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഇന്ന് പറഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലോകക്കാര് കാണിക്കുന്ന പോലെ വേഷഭൂഷാദികൾ ധരിച്ച് ആടിപ്പാടാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? എന്തെല്ലാം വേഷങ്ങൾ, എന്തെല്ലാം ഭാഷൻ, എന്തെല്ലാം രീതികൾ, മുഖം എന്തെല്ലാം രീതിയിൽ, മുടി എന്തെല്ലാം രീതിയിൽ, എന്തെല്ലാം
ഉടുപ്പുകൾ. സഹോദരിമാരുടെ ഭാഗത്ത് നോക്കി എന്തെല്ലാം ചുരിദാറിൻ്റെ അവിടെ വെട്ട് ഇവിടെ വെട്ട് വെട്ടി 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 മൊത്തം കുറച്ചുകൊണ്ടിരിക്കുക. പ്രൈസലോ. കടക്കാർക്ക് ലാഭമായി, തുണി ലാഭം, നിങ്ങൾക്ക് നഷ്ടമാ, തയ്യക്കാർക്ക് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഇന്ന് വിവിധ നിലയിലുള്ള ഫാഷൻ പരേഡായി. ആത്മീയ ലോകം മാറുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദുഃഖത്തോടെ പറയുന്നു, ലോകത്തിന്റെ ഫാഷൻ അനുസരിച്ച് ജീവിക്കാനല്ല ദൈവത്തിന്റെ കുഞ്ഞെ ദൈവം നിന്നെ ആക്കിയത്. വിട്ടോടിക്കണം, വിട്ടോടണം. 3 സമയമല്ലല്ലോ, വേഗത്തെ മുന്നോട്ട് പോകുന്നു. 1 കൊരിന്ത്യർ 10:14. 1 കൊരിന്ത്യർ 10:14. 1 കൊരിന്ത്യർ 10:14. അതുകൊണ്ട് പറയുന്നു വിഗ്രഹാരാധന വിട്ട്. എന്താ വിഗ്രഹാരാധന? അമ്പലത്തിൽ പോയി അവിടെ പോയി പൂജ മാത്രമല്ല വിഗ്രഹാരാധന. ദൈവത്തെ ആരാധിക്കാൻ വന്നിരുന്നിട്ടും ഈ ഹൃദയം ദൈവത്തിന് പൂർണ്ണതയോടെ വിട്ടുകൊടുക്കാതെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ധ്യാനിച്ച് എങ്ങനെയെങ്കിലും 2 മണിക്കൂർ ചവിട്ടി നീക്കി ഇങ്ങനെ നീ കടന്നു പോയാൽ അത് വിഗ്രഹാരാധനയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പൂർണ്ണത കൊടുക്കാത്ത ഏതൊരു തലമുണ്ടോ അതെല്ലാം വിഗ്രഹാരാധനയാ. ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ നീ എന്ത് കാട്ടിക്കൂട്ടിയാലും അതെല്ലാം വിഗ്രഹാരാധനയ്ക്ക് തുല്യമാ. ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ശലോമോന്റെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം അവന്റെ ഹൃദയം അവനിൽ ഏകാഗ്രമല്ലായിരുന്നു. മിസ്രൈമ്യ ദാസിമാർ അവനെ വലിച്ചു കൊണ്ടുപോയത് കൊണ്ട് അവന്റെ ജീവിതം വൻ പരാജയമായി മാറിയെങ്കിൽ, ശക്തന്മാർ പട്ടുപോയ ഈ ലോകത്ത് ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമാകണം. പ്രൈസ് ദി ലോർഡ്. 4 വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. 1 തീമോഥെയോസ് 6:10-11 വാക്യം. ആ 10-ാം വാക്യം ഞാൻ അങ്ങ് പറഞ്ഞു വിടാം. 1 തീമോഥെയോസ് 6:10. ദ്രവ്യാഗ്രഹം വിട്ടു നീ ഓടിക്കോണം. ദ്രവ്യാഗ്രഹം അല്ലേ? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇന്ന് ലോകത്തിൽ എന്താ? പണം വേണം, പണം വേണം, പണം വേണം, എല്ലാത്തിനും പണം വേണം. ഇന്ന് യുവാക്കൾ വഴിതെറ്റാൻ കാരണം എന്താ? മദ്യം, മയക്കുമരുന്ന്, വെട്ടിക്കുത്ത്, എന്തെല്ലാം നടക്കുകയല്ലേ? എന്താ കാരണം? പണം. പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലോകമായി ഈ ലോകം മാറിപ്പോയിക്കൊണ്ടിരിക്കപ്പെടുകയാ. അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവങ്ങൾ ഇന്ന് നാം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുമ്പോൾ ഒന്ന് മറന്നു പോകരുത്, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ലോകത്ത് പണത്തിന് വേണ്ടിയല്ല, പിന്നെയോ ദൈവം നിന്നെ ഏൽപ്പിച്ചത് അത് വ്യാപാരം ചെയ്യുവാൻ ചുവട് വെക്കാൻ ദൈവം വിളിച്ചു പറയുന്നു. യൗവനമോഹം വിട്ടോടിക്കണം. യൗവനപ്രായം നല്ല പ്രായമാ, ചുറുചുറുക്കുള്ള പ്രായമാ, നല്ല രക്തം തിളയ്ക്കുന്ന പ്രായമാ. പക്ഷെ ദൈവം വിളിച്ചു പറയുന്നു, യൗവനപ്രായത്തിലെ മോഹങ്ങളെ വിട്ടോടാൻ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. 5 കാര്യങ്ങൾ ഞാൻ എടുത്തുദ്ധരിച്ചു. 1, ദുർനടപ്പ് വിട്ടോടിക്കണം, വിഗ്രഹാരാധന വിട്ടോടിക്കണം, ദ്രവ്യാഗ്രഹം വിട്ടോടിക്കണം, യൗവനമോഹം വിട്ടോടിക്കണം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ടോടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് രാത്രി പ്രാരംഭ സമയം നമ്മോട് ആലോചന വിളിച്ചു പറയുന്നു. 2, ഞാൻ വേഗത്തിൽ വിടാം, പിന്തുടരുവാൻ പറയുന്നു. പിന്തുടരണം. 6 കാര്യങ്ങൾ അവിടെ പിന്തുടരുവാൻ പൗലോസ് അക്കമിട്ട് പറയുകയാണ് അല്ലേ? 6-ാം അധ്യായം 11-ാം വാക്യം. 6-ാം അധ്യായം 11-ാം വാക്യം. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടണം. നമ്മൾ കണ്ട 6 കാര്യം വിട്ടോടിക്കണം. അടുത്തത് നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ആമേൻ. ഇവിടെ പറയുന്നു നീ പിന്തുടരണം. ഫോളോ, FOLLOW, ഫോളോ. 1, ഫ്ലീ, വിട്ടോടിക്കണം. 2, ഫോളോ, നീ ഫോളോ ചെയ്യണം. എന്താ ഫോളോ ചെയ്യേണ്ടത്? 6 കാര്യം. 1, നീതി. 2, ഭക്തി. 3, വിശ്വാസം. 4, സ്നേഹം, ക്ഷമ, സൗമ്യത. ഈ 6 കാര്യങ്ങൾ നാം ധ്യാനിച്ചാൽ 3 ഗണമായി നമുക്ക് പഠിക്കാൻ പറ്റും. 3 ഗണം. ആദ്യത്തെ 2 കാര്യം നീതി, ഭക്തി. അത് ദൈവോന്മുഖമായ മനോഭാവമാണ്, അഥവാ ദൈവത്തോടുള്ള മനോഭാവവുമായി ബന്ധപ്പെട്ടതാ നീതി, ഭക്തി. എന്താ നീതി? ദൈവ സ്വഭാവത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുന്ന അനുഭവമാണ് നീതി. എന്താ ഭക്തി? ബഹുമാനത്തിലും ആഴമായ ആരാധനയിലും ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നതാണ്
ഭക്തി എന്ന് പറയുന്നത്. ചുമ്മാള ഭക്തിയല്ല. യഥാർത്ഥ ഒരു ഭക്തനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവത്തോടുള്ള ബഹുമാനം കാണും, ദൈവിക ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. അതാ യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി ബഹുമാനവും ആരാധനയും ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നതാ. ഇത് രണ്ടും ദൈവവുമായി ബന്ധപ്പെട്ട രണ്ടു കാര്യങ്ങൾ. തുടർന്ന് വരുന്ന രണ്ട് കാര്യങ്ങൾ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുത്താം. വിശ്വാസം, സ്നേഹം. ഇത് രണ്ടും ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും മൂലാധാരം വിശ്വാസവും സ്നേഹവുമാണ്, അല്ലേ? യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് നമ്മൾ ഏറ്റുപറയും ചെയ്തപ്പോഴാണ് രക്ഷയിലേക്ക് വന്നത്. ഈ വിശ്വാസം കൂടി മൂലമാ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. ഈ വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരം. ആരിൽ? യേശുവിലുള്ള വിശ്വാസം. യേശുവുള്ള വിശ്വാസം. എന്നാൽ ആ വിശ്വാസം പ്രാപിച്ചവന്റെ ഉള്ളിൽ ഉള്ള കാര്യമാ സ്നേഹം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. എന്തെല്ലാം കൃപയും കൃപാവരവും ഭാഷാവരവും ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചോ. സ്നേഹം നമ്മുടെ ഉള്ളിൽ വേണം. ദൈവസ്നേഹം. അത് ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വേണം. ഇതില്ലാതെ പോയാൽ നമ്മുടെ വിശ്വാസ ജീവിതം വ്യർത്ഥമാണ്. മുന്നോട്ട് പോകുന്നു. 3-ാമത്തെ ഗണം ക്ഷമ, സൗമ്യത. ഇത് ലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവവേദൻ ലോകത്തോട്ട് ഇറങ്ങുമ്പോൾ അവൻ അനുകൂലമായൊരു ലോകമല്ല ഇവിടെ ഉള്ളത്. പ്രതികൂലത നിറഞ്ഞ പല അനുഭവങ്ങളും കടന്നു വരുമ്പോൾ അവിടെ എല്ലാം മുണ്ടുമടക്കി കുത്തി കയ്യും തെറുത്ത് കെട്ടി ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറയുന്നതല്ല ഒരു ക്രിസ്തീയ വിശ്വാസി. അവൻ്റെ ഉള്ളിൽ ക്ഷമിക്കാനുള്ള മനോഭാവം വേണം. നിനക്ക് പ്രതികൂലമായ സാഹചര്യം നിന്റെ മുമ്പിൽ ലോകം ഒരുക്കുമ്പോഴും അവിടെ ക്ഷമയുടെ പര്യായമായ യേശുവിനെ ഉയർത്തണം. അതാ ലോകത്തോടുള്ള ബന്ധത്തിൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. സൗമ്യത. നമ്മളെ കാണുമ്പോൾ എപ്പോഴും തൊഴുതു നിൽക്കുന്ന ലോകത്തല്ല ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നമ്മളെ കാണുമ്പോൾ കുറ്റം പറയുന്ന, പരിഹസിക്കുന്ന, ആക്ഷേപം പറയുന്ന, ദേ പോന്നു പെന്തക്കോസ്തുകാരൻ, ദോ പോന്നു ദൈവം പോന്നു എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ലോകത്ത് ഞാനും നീയും നിൽക്കുമ്പോൾ അവിടെ അതിന് തർക്കുത്തരം പറയാനല്ല, സൗമ്യതയോടെ ദൈവകരങ്ങളിൽ പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കണം. എന്താ? ഇവനെ കാണിച്ചു കൊടുക്കണേന്നല്ല, നാളെ ഇവന് എന്നോടൊപ്പം മുഴങ്കാൽ മടക്കണം കർത്താവേ. നമ്മുടെ ഉള്ളിൽ ലോകവുമായി ബന്ധപ്പെട്ട ക്ഷമയും സൗമ്യതയും ഉണ്ടാകണം. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നീതിയും ഭക്തിയും, ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട വിശ്വാസവും സ്നേഹവും. 3, ലോകവുമായി ബന്ധപ്പെട്ട ക്ഷമയും സൗമ്യതയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇതിനെ നീ പിന്തുടരണം. നമ്മൾ ഫോളോ ചെയ്യണം. ഇതിനെ നമ്മുടെ ജീവിതം ഫോളോ ചെയ്യണം. സ്തോത്രം. പെട്ടെന്ന് നിർത്താം. ഫോളോ ചെയ്യണം. നമ്മൾ ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. 3-ാമത്തെ സന്ദേശത്തിലേക്ക് കൈമാറുന്നു. നീ എന്ത് ചെയ്യണം? വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. യൂദയുടെ ലേഖനം 3-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ലഭിച്ച അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. കുഞ്ഞെ, വിശ്വാസമൊക്കെ നല്ലതാ, പക്ഷേ ഇതിന് വില കൊടുത്തങ്ങളെ നിൽക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് നിന്നോണം. ആക്ഷേപങ്ങളും എതിർപ്പുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുമ്പോഴും വിശ്വാസത്തിന്റെ നല്ല പോർ നീ പൊരുതി നിന്നോണം. സ്തോത്രം. വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ എല്ലാവരും കൂടെ കൊള്ളാം കൈയടിച്ച് പാസ്സാക്കത്തില്ല. നീ വിശ്വാസം ഇറങ്ങുമ്പോൾ നിനക്ക് എതിർപ്പുകൾ വർദ്ധിച്ചു തുടങ്ങും. അതിന്റെ മധ്യേയും അതിനെ പോരാടി ജയിച്ച് വിശ്വാസ ജീവിതം നയിപ്പാന് പൗലോസ് ഇവിടെ തീമോത്തിയോസിനോട് ശക്തമായ നിർദ്ദേശം കൊടുക്കുന്നതെങ്കിൽ ഇന്നു രാത്രിയും വിശ്വാസിയെ എതിർപ്പുകൾ മുൻപിൽ കടന്നു വരാം, പ്രയാസം മുൻപിൽ കടന്നു വരാം. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ടെൻഷൻ അടിക്കാനല്ല, വേവലാതിപ്പെടാനല്ല, കഷ്ടതയുടെ മുൻപിലും പതറാനല്ല. ഈ പകൽ രാത്രി ദൈവാത്മാ പറയുന്നു, അവൻ ഉറച്ച പാദത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ നീ ചുവട് മുന്നോട്ട് വെച്ചുകൊണ്ട് ദൈവ കൃപയോടെ നിന്നുകൊണ്ട് ആരാധിച്ച് അതിന്റെ മേൽ നീ ഒരു ജയമെടുക്കണോ. സ്തോത്രം. ഒടുവിലായി പൗലോസ്ലീഹ വിളിച്ചു പറയുന്നു, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും 12-ാം വാക്യം, നിത്യ ജീവനെ നീ മുറുകെ പിടിച്ചോട്. ഇവിടെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും, വീട് കിട്ടിയില്ലെങ്കിലും,
കാറ് നഷ്ടപ്പെട്ടാലും, ഇവിടെ നീ ഒരു പരിഹാസിയായി മാറിയാലും, ലോകം നിന്നെ നോക്കി വട്ടനെന്നും പൊട്ടനെന്നും വിളിച്ചാലും, കൃപ വിട്ട് അന്യപ്പെട്ടു പോകരുത്. നിത്യജീവനെ മുറുകെ പിടിച്ചോണം. ഇവിടുത്തെ നഷ്ടം നോക്കിയല്ല നീ ഓടേണ്ടതും അധ്വാനിക്കേണ്ടതും. നിന്റെ നിത്യതയോർത്തുകൊണ്ട് നീ ചുവട് വെക്കാൻ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു. ഇവിടുത്തെ പ്രതാപങ്ങളെല്ലാം തീരും. ഇവിടെ സമ്പാദിച്ചതല്ല ഇവിടം കൊണ്ട് അവസാനിക്കും. ഇവിടുത്തെ പദവികളെല്ലാം ഇവിടം കൊണ്ട് തീരും. എന്നാൽ ഇത് കഴിയുമ്പോൾ വിശുദ്ധന്മാർ ഇവിടുന്ന് പറന്നുയരുന്ന പൊൻപുലരി വരാൻ പോകുകയാ. എന്നാൽ ദൈവത്തിന്റെ പൈതലേ, ആ പൊൻപുലരിയിൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാൻ, നിത്യജീവനെ മുറുകെ പിടിക്കാൻ ദൈവത്തിന്റെ ആത്മാവിന്ന് രാത്രിയിലും തന്റെ സഭയോട് ശക്തമായി വിളിച്ചു പറയുകയാ. എനിക്ക് വേറെ ഒന്നും പ്രസംഗിക്കാനില്ല. ഇവിടെ രോഗസൗഖ്യമൊന്നും പറയാൻ എന്നോട് ദൈവം പറഞ്ഞില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പറയാൻ ദൈവം എന്നോട് പറഞ്ഞില്ല. കർത്താവ് എന്നോട് പറഞ്ഞത്, എന്റെ ജനത്തോട് ഈ 4 ദൂത് പറഞ്ഞോ. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ നിൽക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി വിളിച്ചു പറയാ. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഇത് നീ ഏറ്റെടുത്താൽ മതി. നിന്റെ ആത്മീക മണ്ഡലത്തിൽ മാത്രമല്ല, ഭൗതിക മണ്ഡലത്തിലും സാമ്പത്തിക മണ്ഡലത്തിലും ശാരീരിക മണ്ഡലത്തിലും ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കാൻ തുടങ്ങും. നിത്യജീവൻ മുറുകെ പിടിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവ് നിത്യജീവൻ മുറുകെ പിടിക്കണം. നിത്യത നീ അവകാശമാക്കിയത്, ഒരിക്കൽ നീ രക്ഷിക്കപ്പെട്ടത്, ഒരിക്കൽ നീ സ്നാനപ്പെട്ടത്, വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഏത് സമയവും നഷ്ടപ്പെടുത്തി കളയാവുന്ന പൈശാചിന്റെ പോരുകൾ നിറഞ്ഞ ഈ ലോകത്ത് നീ ജീവിക്കുമ്പോൾ ഇതിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ വഴിയിൽ ഓടരുത്. ദൈവാത്മാവിന് രാത്രി ഇടപെടുകയാ. ശക്തന്മാർ പട്ടുപോയ ലോകമാ, ഭക്തന്മാർ പലരും പട്ടുപോയ ലോകമാ. ഒരിക്കൽ കൃപയിൽ ജ്വലിച്ച പലരും തകർന്നു വീണ പോർക്കളത്തിലാണ് ഞാനും നീയും നിൽക്കുന്നത്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്, നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്, നിത്യത നഷ്ടപ്പെടുത്തി കളയരുത്. നിത്യതയ്ക്ക് വേണ്ടി നിന്നോ, ദൈവം നിന്നെ മാനിപ്പാൻ തുടങ്ങും. ഇവിടെ പ്രതിഫലം ഒന്നും കിട്ടിയില്ലെങ്കിലും, ഇവിടെ ആരൊക്കെ മാനിച്ചാലും മാനിച്ചില്ലെങ്കിലോ, ഇവിടെ ഒന്നും നിനക്ക് ലഭിച്ചില്ലെങ്കിലോ, നിത്യതയിൽ നിനക്ക് വേണ്ടി ഒരുക്കുന്ന നല്ലൊരു പദവിയുണ്ട്. നിത്യതയിൽ നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന കിരീടങ്ങളുണ്ട്. അത് പ്രാപിപ്പാൻ ഒരുങ്ങാൻ കർത്താവ് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം നാം കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയപ്പെടട്ടെ. കർത്താവ് വിളിച്ചു പറയുന്നു, നീ വിട്ടോടിക്കോണം. ക്രിസ്തീയ ജീവിതത്തിൽ നീ വിട്ടോടണം. 2, ക്രിസ്തീയ ജീവിതത്തിൽ നീ പിന്തുടരണം. ക്രിസ്തീയ ജീവിതത്തിൽ നീ നല്ല വിശ്വാസത്തിന്റെ പോർ വരുതുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. 4, നിത്യജീവനെ നീ അവകാശമാക്കി മുറുകെ പിടിച്ചുകൊള്ളണം. ഇന്ന് രാത്രി പൗലോസ് പറയുകയാ, തീമോഥെയോസ് പറഞ്ഞ അതേ ലേഖനം നമ്മോട് വിളിച്ചു പറയുന്നു, കുഞ്ഞേ, ഇത് ദൈവത്തിന്റെ ആലോചന നിന്നോട് വിളിച്ചു പറയുന്നത്. ഇന്ന് രാത്രി തീരുമാനത്തോടെ നെഞ്ചത്ത് കരം വെച്ചെന്ന് പറയുമോ, അപ്പാ എന്റെ നിത്യത നഷ്ടപ്പെടുന്ന ഒന്നു എനിക്ക് വേണ്ട കർത്താവേ എന്ന് എത്ര പേർ സമർപ്പണത്തോടെ, എത്ര പേർ തീരുമാനത്തോടെ ഇന്ന് രാത്രി നിങ്ങൾ പറയൂ. നിങ്ങളുടെ വലതുകരം സമർപ്പണമുണ്ടെങ്കിൽ മാത്രം, ദൈവത്തോടുള്ള സ്നേഹമുണ്ടെങ്കിൽ മാത്രം ആ വലതുകരം നെഞ്ചത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് വിളിച്ചു പറയുവാൻ കഴിയുമോ, എനിക്ക് വേണ്ടി കാൽവരുടെ കൊലമരത്തിൽ പഞ്ചമുറിവുകളേറ്റ് അവസാനത്തുള്ള രക്തം വരെ ഊറ്റിത്തന്ന് കർത്താവേ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അണയ്ക്കുന്നവനെ, അങ്ങയുടെ സ്നേഹം എനിക്ക് മതി. അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കിയ നിത്യത എനിക്ക് മതി. ആ നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ എന്നെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. കർത്താവേ, നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പദവിയും എനിക്ക് വേണ്ട. നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകത്തിന്റെ സമ്പാദ്യവും എനിക്ക് വേണ്ട. നിത്യത നഷ്ടപ്പെടുത്തുന്ന ഒന്നും എനിക്ക് വേണ്ടപ്പോ. കാൽവറിയിലേക്ക് നീ നോക്ക്. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് നിനക്ക് വേണ്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടക്കുന്ന യേശുവിലേക്ക് നീ നോക്ക്. സ്നേഹത്തിന്റെ ഉറവിടം, ദൈവ സ്നേഹത്തിന്റെ കാഴ്ച നീ ഒന്ന് കാണ്. അത് കണ്ടിട്ട് ഇനി നീ പാപത്തെ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിക്കരുത്. ലോകത്തിന്റെ ഇമ്പങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ നിത്യതയ്ക്ക് വേണ്ടി ജീവിപ്പാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്.
ഇന്നു രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്നു രാത്രി ദൈവിക ദൂതന് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ അപ്പാ, വിട്ടോടേണ്ട വിഷയങ്ങളെക്കുറിച്ച്, പിന്തുടരേണ്ട വിഷയങ്ങളെക്കുറിച്ച്, വിശ്വാസത്തിന് നല്ല പോർ പൊരുതേണ്ടതിനെക്കുറിച്ച്, നിത്യജീവൻ മുറുകെ പിടിക്കുവാൻ ഞങ്ങളോട് കർത്താവ് പറഞ്ഞല്ലോ. ദൈവമേ, ദൂത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു, അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി ഹൃദയംഗമായി ദൈവസ്ഥൽ സമർപ്പിക്കപ്പെട്ട അങ്ങയുടെ ദാസിദാസന്മാരെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി മുതൽ ആരംഭിച്ച ഈ ഉപവാസം ഏറ്റവും അനുഗ്രഹമാക്കണമേ അപ്പാ. ഈ ദിവസങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആത്മീക വർധനവും ആത്മീക മുന്നേറ്റവും, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, വിശ്വാസത്തിൽ, പ്രത്യാശയിൽ ഒരു ഉയർച്ച നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതിക ആവശ്യങ്ങളുടെ മേലും ശാരീരിക രോഗങ്ങളുടെ മേലും മറ്റെല്ലാ വിഷയങ്ങളുടെ മേലും ഇന്ന് രാത്രി ഞങ്ങൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആത്മീക അധികാരത്തിൽ നിന്നുകൊണ്ട് ആ രോഗബന്ധനങ്ങളെ, പൈശാചിക പോരുകളെ, അന്ധകാരത്തിന്റെ സകല തേർവാഴ്ചകളെയും ഞങ്ങൾ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഞങ്ങൾ ജനത്തെ അനുഗ്രഹിക്കും, സമാധാനത്തോടെ മടക്കി അയക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ഒരിക്കൽ കൂടെ അവസരമൊരുക്കിയ ബഹുമാനിയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും ദൈവസഭയ്ക്കും വന്ദനം അറിയിക്കുന്നു. ഓർക്കുമ്പോഴൊക്കെ എളിയവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ദേവദാസനെ. പ്രൈസ് ദി ലോർഡ്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവ് അവിടുത്തെ വിലയേറിയ ഭക്തനിലൂടെ വളരെ ശക്തവും വ്യക്തവുമായി ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ ഒരു ദൂത് ഹല്ലേലൂയ യേശുപ്പച്ചൻ നമ്മെ അറിയിച്ചു. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് കർത്താവ് തൻ്റെ ദാസനിലൂടെ ഹല്ലേലൂയ നമ്മോട് ഇടപെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ. നമുക്ക് നിത്യജീവന് വേണ്ടി ഹല്ലേലൂയ നമ്മെ ദൈവം കണ്ടിരിക്കുന്നു, അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മനുഷ്യനായി ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂവേ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തവരാണ്. ഹല്ലേലൂയ. അവരോട് ആണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദേവദാസുള്ള പറഞ്ഞല്ലോ, ഈ കാലഘട്ടത്തിൽ കൊടിയ ചെന്നായ്ക്കൾ ഹല്ലേലൂയ നമ്മുടെ ഇടയിൽ കടക്കും. ഹല്ലേലൂയ. അവരെ നാം കരുതിക്കൊള്ളണമെന്ന്. ചിലർക്ക് ഹല്ലേലൂയ സാത്താൻ്റെ പിന്നാലെ പോയെങ്കിലും ഹല്ലേലൂയ പോവാനിടയായിപ്പോയി. അതുപോലെ നമുക്ക് ആർക്കും സംഭവിക്കാതിരിക്കുവാൻ ഈ ദിവസങ്ങൾ ഉപദേശം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. തുടർന്ന് അവിടുത്തെ ഭക്തനിലൂടെ അല്ലെ ദൈവത്തിൻ്റെ മനുഷ്യൻ ഹല്ലേലൂയ പിന്തുടരേണ്ടതായ, ദൈവത്തിൻ്റെ മനുഷ്യൻ വിട്ടുകളയേണ്ടതായ കാര്യങ്ങൾ, വിട്ടോടേണ്ട കാര്യങ്ങളെപ്പറ്റി നമ്മോട് സംസാരിച്ചല്ലോ. അതുപോലെ സ്തോത്രം, ദൈവത്തിൻ്റെ മനുഷ്യൻ ഹല്ലേലൂയ ഫോളോ ചെയ്യേണ്ടതായ, ഹല്ലേലൂയ പിന്തുടരേണ്ടതായ കാര്യങ്ങളെപ്പറ്റിയും, ഹല്ലേലൂയ ദൈവത്തിൻ്റെ മനുഷ്യൻ ഹല്ലേലൂയ മുറുകെ പിടിക്കേണ്ടതായ കാര്യങ്ങളെപ്പറ്റിയും പരിശുദ്ധാത്മാവ് വ്യക്തമായും ശക്തമായും ഇടപെട്ടല്ലോ. എന്തിനു വേണ്ടി? എന്നാൽ നാമെ നിത്യതയിൽ ദൈവത്തിന് കാണണം. ഹല്ലേലൂയ. യേശുപ്പച്ചനോടുകൂടെ ഹല്ലേലൂയ നിത്യജീവനിൽ കാണാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ദൈവവൈതലേ, അതേ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, ഹല്ലേലൂയ നീ ചിലതൊക്കെ വിട്ടോടണം. ഹല്ലേലൂയ. സകല ഭാരവും സകല പാപവും വിട്ടോടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതിന് ഹല്ലേലൂയ ദൈവം നമ്മെ സഹായിക്കട്ടതിനായിട്ട് നമുക്ക് യാചിക്കാം. ഹല്ലേലൂയ. ദുർനടപ്പ് വിട്ടോടുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഹല്ലേലൂയ. വിഗ്രഹാരാധന വിട്ടോടുവാൻ, ദേവ്യാഗ്രഹം വിട്ടോടുവാൻ, യവനമോഹങ്ങളെ വിട്ടോടുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞത് നമുക്ക് ഏറ്റെടുക്കാം. അതുപോലെ തന്നെ ഹല്ലേലൂയ നീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യതയും ഒക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഹല്ലേലൂയ മുറുകെ പിടിക്കാം. ഹല്ലേലൂയ. നിത്യജീവനെ നമുക്ക് പിടിച്ചോളാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ജീവകിരീടം അത് നഷ്ടപ്പെടാതിരിപ്പാൻ്റെ കവണ്ണം നമുക്കുള്ളത് ഹല്ലേലൂയ ഒന്ന് മുറുകെ പിടിക്കുവാൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ ആലോചന പറഞ്ഞ് വഴി നടത്തണമേ എന്ന് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇതാ ഞങ്ങളെ പൂർണ്ണമായി സറണ്ടർ ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വചനം ഹല്ലേലൂയ അനുസരിക്കുവാനുള്ള കൃപ തരണമേ, അത് ഞങ്ങളെ നിത്യതയെ കൊണ്ടെത്തിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദിവസനതയെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ. പിന്നെയും ഹല്ലേലൂയ അനേകർക്ക് അനുഗ്രഹമായിട്ട് ദൈവം പ്രൈസലോ ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസൻ ബമ്പായി സഭയുടെ സൂക്ഷനായി കർത്താവിന് വേണ്ടി പോലെ ഹല്ലേലൂയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഭക്തനെ ശക്തമായി ദൈവസഭയിൽ ദൈവം ഉപയോഗിക്കുവാൻ, അനേക ഇടങ്ങളിൽ ദൈവം ഉപയോഗിക്കുവാൻ, കുടുംബമായി ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കുവാൻ, ആ പ്രിയ മാതാവിനെ ദൈവം അനുഗ്രഹിക്കുവാൻ, ദാനമായി കൊടുത്ത 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ കടന്നു വന്ന ജനത്തിൽ ദൈവം അനുഗ്രഹിക്കുവാൻ, ഇവിടെ ശുശ്രൂഷിക്കുന്ന വലിയ വൃദ്ധൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ചെയ്യാൻ പാസ്റ്റർ ദൈവം അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ പ്രൈസ് തോമസ് കുട്ടി പാസ്റ്റർ ദൈവം അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുവാൻ, ഹല്ലേലൂയ ജന ജോസഫ് ദേവദാസൻ കുടുംബമായി ദൈവം അനുഗ്രഹിക്കാൻ, ഈ കുടുംബത്തെയും അനുഗ്രഹിക്കുവാൻ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും കടന്നു വരുവാൻ ഹല്ലേലൂയ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നുറുമേനയായി വിളയുവാൻ ദൈവം സഹായിക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഇപ്പോൾ പെർനാണ്ട് പാസ്റ്റർ പ്രൈസ് ദി ലോർഡ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ ഹല്ലേലൂയ വർഗീസ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ ആദ്യത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. പ്രതികാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ കടന്നു വന്ന സൂക്ഷ നടത്തി നല്ല അനുഗ്രഹിക്കപ്പെട്ട സൂക്ഷ നിർബന്ധിച്ച ദൈവദാസനുള്ള നന്ദി ഇത്തരത്തിൽ അറിയിച്ചുകൊള്ളുകയും ചെയ്യുന്നു. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹര സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. 3 ദിവസവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം കർത്താവേ സ്തോത്രം. അവിടെ നിന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവജനത്തിനു മുമ്പാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുകയാണ്. ഹല്ലേലൂയ. വിട്ടോടേണ്ടത് വിട്ടോടുവാൻ, മുറുകെ പിടിക്കേണ്ടത് മുറുകെ പിടിക്കുവാൻ, സ്തോത്രം പിന്തുടരുവാൻ കർത്താവേ സ്തോത്രം അവിടെ സഹായിക്കണം. നിത്യജീവനെ പിടിച്ചുകൊണ്ട് കർത്താവേ സ്തോത്രം മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ദാസൻ മുഖാന്തരം സംസാരിച്ചല്ലോ. കർത്താവേ സ്തോത്രത ഏറ്റെടുത്ത് സ്തോത്രാത്മീയമായി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ വിഷയങ്ങളുമായി കടന്നു വന്ന ദൈവജനത്തെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവയുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം മനസ്സലിയണമേ. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഹല്ലേലൂയ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റിയതുപോലെ ഈ വാസം ഹല്ലേലൂയ വലിയ വിടുതലുകളായി സഭയ്ക്കും സ്തോത്രം ദേശത്തിനും കുടുംബങ്ങൾക്കും ഹല്ലേലൂയ സ്തോത്രാനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവ് എന്ന ദൂതറിയിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ജോം പാസ്റ്ററേയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ശുശ്രൂഷിക്കുന്ന സഭയെല്ലാം തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്തോത്രം. അവിടുത്തെ പ്രദേശത്ത് അധികമായി ശോഭിപ്പാൻ ദൈവം അവിടുന്ന് കൃപ നൽകണമേ. ഇവിടെ സൂക്ഷിക്കുന്നവരായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെല്ലാം ദൈവകരത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. മേറി സാറിനായി, തോമസ് കുട്ടി പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. സ്തോത്ര രാജീവ് സാറിനായി, ജിനു ജോസഫിനെ ഹല്ലേലൂയ കുടുംബങ്ങളായി സ്തോത്ര അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയവനും കടന്നു വന്ന് കർത്താവേ സ്തോത്രം തിരുസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് അവിടെ നിടയാക്കിയല്ലോ. ഞങ്ങളെ ഒരുമിച്ച് അവിടെ നിന്ന് കരം വെച്ച് അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം കരത്തിലേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതോർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് വചനം ശുശ്രൂഷിച്ച കർത്താവെ അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ 2ാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. കർത്താവായ യേശുവേ ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ 11 മണിക്ക് ഹാളിൽ വെച്ച് ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രാർത്ഥനാപൂർവം കടന്നു വരിക.